ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമി വോക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു സെമി ക്ലാസിക്കൽ ഡ്രസ്സാണ് സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അപ്പം നമുക്കൊരു സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ ചെസ്റ്റിൽ കട്ടുന്ന ഭാഗം, പിന്നെന്താ അതിൻ്റെ കൂടെ വരുന്ന നമുക്ക് പല്ലു എക്സ്ട്രാ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് സാരി നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാരി ഉടുത്ത് വരുന്ന ഭാഗത്ത് നിന്ന് ഒരു 42 ഇഞ്ചസ് ഒരു ലെങ്ത്തിൽ ഒരു പോർഷൻ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് ഒരു 86 ഇഞ്ചസോളം നമുക്ക് അതിൻ്റെ ഫുള്ള് ലെങ്ത്ത് വേണം. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ പല്ലുവിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, പ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് അതൊരു 40 ഇഞ്ചസോളം വേണം. അപ്പോൾ ഇങ്ങനെ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് കൂടാതെ ഇതിന് നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് ടൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ സ്കേർട്ടിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ മുകളിലേക്ക് നമ്മൾ ഒരു ചെസ്റ്റിന് പോർഷൻ ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു പോർഷനും അതിൻ്റെ കൂടെ ബാക്കിലേക്ക് ചെറിയൊരു ഷോള് പോലെയുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഇത് സാരിയിലേക്ക് മെഷർമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സാരി ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെസ്റ്റിന് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ സാരി ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ഫ്രണ്ട് ഭാഗം നമ്മൾ വരുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഞാനൊരു 28 ഇഞ്ചസ് ലെങ്ത്തിൽ ആണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാരിക്ക് എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം പ്ലീറ്റ്സ് ചെയ്ത് എടുക്കുക അതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് അറേഞ്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിത്ത് ഫുള്ളും സാരിക്ക് വരുന്ന ഒരു 44 ഇഞ്ചസ് വിത്ത് ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ആ ഒരു മാർജിൻ വരച്ചിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീറ്റായിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാരിക്ക് എങ്ങനെയാണോ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുക അതേപോലെ ടൈം എടുത്ത് നീറ്റായിട്ട് തന്നെ ചെയ്യാം. കുഞ്ഞു കുഞ്ഞ് നമ്മൾ ഡാൻസിനാണല്ലോ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിന്നൊക്കെ ചെയ്ത് സെക്യൂർ ആക്കിയതിന് ശേഷം നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായി ഒതുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ട് 1-2 സ്റ്റിച്ചസ് കൊടുക്കുക ഫ്രണ്ട് ഒരു മുകളിലും താഴെയിട്ട്. പിന്നെ അതുപോലെ ഒരു ടൈ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രാപ്പും കൂടെയും കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ സാരിയിൽ മാർക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി ഭാഗത്ത് ഇതുപോലെ ആദ്യം സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 42 ഇഞ്ചസ് നമുക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പ്ലീറ്റ്സിൻ്റെ അവിടേക്ക് വരുന്നത് 42 ഇഞ്ചസ് ആണ്. ആക്ച്വലി 36 മതി. ഒരു 4 ഇഞ്ച് ഡാട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് 42 ഒക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ പ്ലീറ്റ്സ് എടുക്കാനുള്ള ഭാഗം ഒരു 86 ഇഞ്ചസ്. അങ്ങനെ ടോട്ടൽ മൊത്തം ലെങ്ത് അറൗണ്ട് ഒരു എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും എന്ന് നോക്കിയൊക്കെ. ഞാൻ മാക്സിൽ കുറച്ച് വീക്കാണ്. അപ്പം 42 പിന്നെ ഒരു 86 പിന്നെ വീണ്ടും ഒരു 40 ഇഞ്ചസ് അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരിയിൽ മൊത്തം ഓൾമോസ്റ്റ് നമുക്ക് സാരി മൊത്തം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ലെങ്ത് മാത്രം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇനി ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം ഒന്ന് കാണിച്ചു തരാം. പ്ലീറ്റ്സ് ഇടുന്നത് ഇപ്പോൾ ഞാൻ മുന്നേ ഒരുപാട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് പട്ടുപാവാടയ്ക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഞാൻ ഒരു 2 ഇഞ്ചസ് വിത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ അടുക്കി നമ്മൾ സാരി എങ്ങനെയാണോ ഒരുമിച്ചല്ല വയ്ക്കുന്നത്, അതിനെ ഒന്ന് കുറച്ചൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുത്തതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ നമ്മുടെ സാരി ഫിക്സ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് കുത്തിയല്ലോ, നമ്മുടെ അണ്ടർ സ്കേർട്ടിൽ കുത്തുമല്ലോ, അവിടെ നിന്ന് കറക്കി ഇതേ നമ്മളുടെ നേവലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സെൻറ്റർ നോക്കുക. 36 ആണ് എനിക്ക് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചസ് ഒക്കെ കൂട്ടി നമുക്കൊരു ഡാട്ടിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പ്ലീറ്റ്സ് ഒക്കെ നന്നായിട്ട് ഒന്നും കൂടെ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കുക ഒരു ടാസ്ക്കാണ്. അത് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഡാട്ട്സും ഇട്ട് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ 1-2 സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് അതിനൊന്ന് സെക്യൂർ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇടയിൽ വരുന്ന ഡാട്ട് വരുന്ന പോർഷനിൽ നിങ്ങൾ എവിടെ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് ഒരു 3 ഇഞ്ചസ് ഗ്യാപ്പിൽ ഒരു 4 ഡാട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബെൽറ്റിനുള്ള
പോർഷൻസ് ഞാൻ അതുപോലെ ബാൻഡ് ഫുൾ നമുക്ക് സ്കേർട്ടിന് എത്ര ലെങ്ത് വരും നോക്കുക, അത്രയും ലെങ്ത്തിലുള്ള ഒരു ബാൻഡ് ഇതുപോലെ ഒരു 4 ഇഞ്ചസ് വിത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്താണിയുടെ ഭാഗത്ത് ഒരു ഷോള് ഭാഗം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചസ് വിത്തിലുള്ള ഒരു 28 ഇഞ്ചസ് ലെങ്ത്തിലുള്ള ഒരു പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ചെറിയൊരു ലൈനിങ് പീസ് വെച്ചിട്ട് മറച്ചിട്ടിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സ്ട്രാപ്പ് കൊടുക്കാനുള്ള പീസസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുന്താണീൻ്റെ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് മറിച്ചിടുന്നതെന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ സെയിം ആ ഷോളിൻ്റെ ലെങ്ത്തിലും വിത്തിലും ഉള്ള ഒരു പീസ് ലൈൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ കസവിൻ്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ റോങ് സൈഡുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു എഡ്ജിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളൊന്ന് മറച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഇനി കസവിൻ്റെ സൈഡിലുള്ള ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ് ഒരു സൈഡ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം. ആ ഒരു എൻഡ് ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൽ വരുന്ന ഭാഗം ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഷോളിൻ്റെ ഒരു ഭാഗം കണ്ടോ, കസവുകൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അടിഭാഗത്ത് നമ്മളൊരു സ്ക്വയർ പീസിലൊരു പീസിനെ 4 വശവും ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇപ്പം ഈ നൂലൊന്നും പിന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് മനസ്സിലാവും. സിമ്പിളാണ് ആക്ച്വലി, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കവർ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചെറിയൊരു പീസ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം അതിൻ്റെ ഉള്ളിലായിട്ട് നീറ്റായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മാറി പോവാതൊക്കെ ഇരിക്കാൻ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ബസ്റ്റിൻ്റെ അവിടേക്ക് എത്ര വിരിവ് വേണോ അതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ സ്റ്റിച്ച് ഇടയിൽ കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു 14 ഇഞ്ചസ് ലെങ്ത്തിൽ നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലും ഒരു സ്ട്രാപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സ്ട്രാപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ താഴത്ത് കൂടെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിന് സ്കേർട്ടിന് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാൻഡ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണ് സ്കേർട്ടിന് ബാൻഡൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കവർ ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നല്ല നീറ്റായിട്ട് നിന്നോളും. ഇതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും ഒരു സ്ട്രാപ്പ് കൊടുക്കണം. അതുപോലെ പ്ലീറ്റ്സ് നമുക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എൻഡിലും ഒരു സ്ട്രാപ്പ് കൊടുക്കണം. അപ്പോൾ ആ 2 സ്ട്രാപ്പിലാണ് നമ്മൾ ഈ സ്കേർട്ട് ടൈ ചെയ്ത് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊരു ബ്ലൗസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്യണത്. പല്ലുവിൻ്റെ പോർഷനും ഞാനൊരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു നീ ലെങ്ത്തിൽ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്ട് വരുന്നത്. നമ്മൾ ചെസ്റ്റ് പോർഷൻ, പിന്നെ പല്ലുവിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, സ്കേർട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടത്, ബ്ലൗസ്. അപ്പോൾ ബ്ലൗസ് സാധാരണ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് നമ്മൾക്ക് പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തേക്കുള്ളത് അതിൻ്റെ ഡാട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊരു ടൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലീറ്റ്സ് നമുക്ക് പെട്ടെന്ന് കുറച്ച് ഡാൻസിന് കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പം അതുവരെയൊക്കെ സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ സെൻറ്ററിൽ കുറച്ച് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ആ ടൈം ഇടുന്ന സമയത്ത് ഇതൊക്കെ അഴിച്ച് കളയണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്. ഇനി ഇതിങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന ഭാഗം നമ്മൾ അഴിച്ച് കളയണം. ഇപ്പം ഞാനത് അഴിക്കാതെയാണ് കാണിക്കുന്നത് കേട്ടോ, എന്നാലാണ് നമുക്ക് നന്നായിട്ട് വിരിവിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പല്ലുവിൻ്റെ നമ്മൾ കുത്തുന്ന ഭാഗം എടുത്തതിന് ശേഷം ചുറ്റി വന്ന് പ്ലീറ്റ്സ് ഇട്ടത് ഭാഗം, പിന്നെ ഒരു കുറച്ചും കൂടെ ഭാഗമുണ്ട്, അതിന് നമ്മൾ ഇങ്ങനെ ചുറ്റി ഈ പ്ലീറ്റ്സ് ഇട്ടിരിക്കുന്ന മുകളിൽ വശത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി ഉള്ളിലോട്ട് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ പല്ലുവിൻ്റെ ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ, അത് കണ്ടോ ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ
ഒന്ന് ടൈ ചെയ്ത് വെക്കും. പിന്നെ മുകൾ ഭാഗം, ഏറ്റവും ആദ്യം മുകൾ ഭാഗത്തെ ഒരു പ്ലീറ്റ്സിട്ട് ഭാഗം വെച്ചിട്ട് വേണം സ്കേർട്ട് ഇടാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.